അല്ല, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ സനത് വേണ്ടേ? സനത് വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ പയ്യോളി ഒന്ന് പറയുക. സനത് വേണ്ടേ? സനത് വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ പയ്യോളി ഒന്ന് പറയുക. സനത് വേണ്ടേ? ഓക്കെ, രണ്ടുപേരും രണ്ടുപേരുടെ വാദവുമാണ് പറയേണ്ടത്. ഇപ്പൊ ഞാൻ എന്റെ വാദം പറയാ. ആസാറുകള് തബറുക്കിന്റെ വിഷയത്തിൽ സനത് വേണ്ട എന്നാണ് എന്റെ വാദം. ഇനി നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങളുടെ ആ വാദം പറയണം. വാദം ആദ്യം പറയാ, ശേഷമാണ് ചർച്ച. എന്റെ വാദം ഞാൻ പറഞ്ഞു. ആസാറുകൾ തബറുക്കിനെ ആസാറ് കൊണ്ട് തബറുക്ക് ബർക്കത്തെടുക്കുന്ന വിഷയത്തിൽ സനത് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. ഇനി നിങ്ങളുടെ വാദം എന്താണ്? അതൊന്ന് വാദം ഒന്ന് പറയും. അപ്പൊ എ പിയെ നിങ്ങൾ തള്ളുമോ? എ പി സനത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തള്ളുമോ? അതൊന്ന് പറഞ്ഞു തരണം. ചർച്ച നമുക്കാവാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വാദം ഒന്ന് പറയൂ. നിങ്ങളുടെ വാദം ഒന്ന് പറയൂ. ആ വാദം ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾക്ക് വേണമെന്നാണോ നിങ്ങളുടെ വാദം? വേണ്ടെന്നാണോ? ഞങ്ങളുടെ വാദം തന്നെയാണ് നിങ്ങൾക്ക് എങ്കിൽ പ്രശ്നം തീർന്നു. അതല്ല, നിങ്ങൾക്ക് വേണമെന്നാണോ നിങ്ങളുടെ വാദം? അതൊന്ന് പറയും. അഷ്കർ സാഹിബ് ഏതായാലും പുതിയൊരു ചർച്ച തുടങ്ങി. ഇനിയിപ്പോ മറ്റു നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, സാജി ആ മൈക്ക് എടുത്തിട്ട് വാദം ഒന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. അതെ, അതിൽ ഉപചോദ്യമുണ്ട്. നിങ്ങളുടെ വാദത്തിൽ തന്നെ എനിക്ക് പൊള്ളത്തരണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എ പി എ നിങ്ങൾ തള്ളുമോ? അത് പറയണം. എന്നാലേ എനിക്ക് വാദം പറയാൻ പറ്റൂ. മൈക്ക് അത് പറയണം. എന്നാലേ എനിക്ക് വാദം പറയാൻ പറ്റൂ. സുഹൃത്തെ, നിങ്ങൾക്ക് വാദം പറയാൻ ഞങ്ങൾ ഏപ്പിനെ തള്ളണം കൊള്ളണമെന്നോ? അങ്ങനെ വലിയ ന്യായം. അത് എന്തൊരു അടിസ്ഥാനമാണാവോ? നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ഏപ്പിനെ തള്ളണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണാവോ? നിങ്ങളെ വാദം നിങ്ങൾ പറയാൻ ഞങ്ങൾ ഏപ്പിൽ തന്നെ തള്ളണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? ഇത് ജനങ്ങൾക്ക് തിരിയണ്ടേ? നിങ്ങളെ വാദം എന്താണ്? അത് പറയും. ഞങ്ങളുടെ വാദം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. അത് ശരിയാണ്, ചോദിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് നിങ്ങളെ വാദം നിങ്ങൾ പറയണം. അത് പറയുന്നത് ഞങ്ങൾ എ പി എസ് അതിനെ തള്ളുന്നതിന്റെയും കൊള്ളുന്നതിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നതിന്റെ ന്യായം എന്താ? സത്യത്തിൽ ഇവർക്ക് ഒരു വാദം ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കണേ. ഇതെന്നാണ് പ്രശ്നം. വാദം ഇവർക്കില്ല. ഇവർക്ക് വാദം എഴുതാൻ പറ്റണില്ല, വാദം പറയാൻ പോലും പറ്റണില്ല. അതിന് ഉഡായിപ്പുകൾ പറയാണിപ്പോ. സാജി ഇപ്പൊ ചെയ്യണത് തന്നെയാണ് SKSSFന്റെ നേതാക്കന്മാരും ചെയ്യണേ. എന്താ? ഒരു വാദം പബ്ലിക്കിനോട് പറയാൻ വയ്യ. ഒരു വാദം പബ്ലിക്കിനോട് പറയാൻ വയ്യ. വേണമെന്ന് പറഞ്ഞാലും കുടുങ്ങും, വേണ്ടാന്ന് പറഞ്ഞാലും ഒരു കുടുങ്ങും, എന്ത് പറഞ്ഞാലും കുടുങ്ങും. അതുകൊണ്ടാണ് ഇപ്പൊ സാജി വാദം പറയാത്തത്. ഞാൻ ആൺകുട്ടികളെ പോലെ വാദം പറഞ്ഞു ഇവിടെ. എന്ത്? ആസാറ് തബറുക്ക് എടുക്കുന്ന വിഷയത്തിൽ ആസാറ് സ്വീകരിക്കാൻ സനദിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ വാദമാണ്. ഇനി നിങ്ങളെ വാദം പറയൂ. അതിനുശേഷമല്ലേ മറ്റുള്ള ചർച്ചകളൊക്കെ. നിങ്ങൾക്ക് എന്തും ചോദിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ആദ്യം നിങ്ങളെ വാദം പറയണം. മൈക്കെടുത്തോളൂ. സാജി എന്ന മൈക്കെടുക്കട്ടെ, വാദം പറയൂ. വാദം പറയുന്നതിന് മുമ്പ് ഏത് മുടിയിലാണ് നിങ്ങൾ വാദിക്കാൻ പോകുന്നത്, അത് തിരുകേശമാണോ അല്ലേ എന്ന് ആദ്യം പറയണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ മർക്കസിലെ മുടിയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വാദം പറയാം, അല്ലാതെ മറ്റുള്ളതിലേക്ക് ഒന്നും കടക്കണ്ട. ആദ്യം നമ്മൾ പറയേണ്ടത് മർക്കസിലുള്ള മുടി അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് ആണോ അല്ലേ? അത് ഒന്നുകിൽ ആണ് എന്ന് നിങ്ങൾ പറയണം. അത് പയ്യോളി തന്നെ പറയണം. റുവൈസൊക്കെ കൈ താഴ്ത്തണം. കാരണം നിങ്ങൾ ചോദ്യം ചോദിച്ചു, പിന്നീട് കൈ പൊക്കിയത് പയ്യോളി ഉസ്താദാണ്. അവർക്ക് കൈ കൊടുക്കുക. ഓക്കെ, ഞങ്ങൾ മതിയനി തൽക്കാലം. പയ്യോളി ഉസ്താദാണ്, അവർക്ക് കൈ കൊടുക്കുക. ഓക്കെ, ഞങ്ങൾ മതിയനി തൽക്കാലം. അല്ല, അത് സാജിയെ ആർക്കും മൈക്ക് കൊടുക്കൂല. നിങ്ങളും ഞാനും തന്നെയാ ഉള്ളൂ. സാജി ഏത് മുടിയെ കുറിച്ചാണ് ചർച്ച? മുടി എന്നുള്ള വിഷയം തന്നെ അല്ല നമ്മൾ ചർച്ച. ആസാറ് എന്നാണ് മുഴുവൻ ലോകത്ത്. അത് വെല്ലൂരിലത്തുള്ളൂ, ലോകത്തുള്ള ഒറ്റൊന്നിന് സനത് വേണ്ടാണ് ഞങ്ങൾ പറഞ്ഞു. വെറും മർക്കസിലുള്ളതിന് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞില്ല നേരത്തെ കിതാബിലുണ്ടായ എങ്ങനെയാണ് ആസാറ് സ്വീകരിക്കാൻ സനത് വേണോ വേണ്ടേ? വേണ്ടെന്നാണ് കിതാബിലുള്ളത് എങ്കിൽ അതിൽ എന്തും പെടും, മർക്കസിലുള്ളതും പെടും, വെല്ലൂരിലുള്ളതും പെടും. അതിനാണ് നമ്മൾ പറഞ്ഞത്.
അതിനാണ് ഞങ്ങൾ പറഞ്ഞത് എന്ത് മർക്കസിലുള്ളതും അല്ലാത്തതും ഒക്കെപ്പെടുന്ന ആസാറ് എന്ന് നമ്മൾ പറഞ്ഞു. ആസാറ് സ്വീകരിക്കാൻ തബറുക്കിന്റെ ബാബില് ബർക്കത്തെടുക്കുന്ന വിഷയത്തിൽ ആസാറ് സ്വീകരിക്കാൻ സനത് വേണ്ട എന്നാണ് ഞാൻ വാദം പറഞ്ഞത്. അതിൽ മർക്കസിലുള്ളതും പെടും, വെല്ലൂരിലുള്ളതും പെടും, ഹസ്രത്ത് ബൽ പള്ളിയിലുള്ളതും പെടും, തുർക്കിയിലുള്ളതും പെടും. അത് ആ മുടി മാത്രമല്ല പെടുക, റസൂലുള്ളാഹിന്റെ നയലും പെടും, തൊപ്പിയും പെടും, തലപ്പാവും പെടും, വാളും പെടും, അതർ എക്സെട്ര എന്തൊക്കെ ഉണ്ടോ എല്ലാം പെടും. മനസ്സിലായില്ലേ? മർക്കസിലുള്ളതിന് മാത്രം ഒരു വിധിയില്ല. ലോകത്തുള്ള എല്ലാ ഷഹറ മുബാറക്കിനും ആസാറിനും ഉള്ള വിധി എന്താണോ അത് തന്നെയാണ് മർക്കസിലുള്ളത്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയണത്. അതുകൊണ്ട് ആസാറുകളെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ചർച്ച നടത്താം നമുക്ക്. ഞാൻ തയ്യാറാണ്. അതിൽ മർക്കസിലുള്ളതും പെടുമല്ലോ. നമ്മളിപ്പോ ഷാജി എന്ന ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ചർച്ചയ്ക്ക് ജനാപത്തിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടതില്ലല്ലോ. ഒരാൾക്ക് ജനാപത്തിണ്ടായാൽ കുളിക്കണ്ടേ? ആ വിഷയത്തിൽ ഷാജിയും പെടും. അപ്പൊ നമ്മുടെ ചർച്ച എന്താണ്? ഒരു വ്യക്തിക്ക് പിന്നെ ജനാപത്തിണ്ടായാൽ കുളിക്കണ്ടേ? ആ ചർച്ച നടത്തിയാൽ മതി. എന്നാൽ തന്നെ അതിൽ കുളിക്കണം എന്നാണ് വന്നത്. അതിൽ ഷാജിയും പെടും. ആ വ്യക്തി ഷാജി വ്യക്തിയല്ലേ ആണ്. ആധാറുകൾ സ്വീകരിക്കാൻ സനത് വേണമെന്നാണ് വന്നത് എങ്കിൽ ആധാർ സ്വീകരിക്കാൻ സനത് വേണം എന്ന് വന്നതിൽ മർക്കസിലുള്ളതും പെടും. വേണ്ടാന്നാണ് വന്നത് എങ്കിൽ അതിൽ മർക്കസിലുള്ളതും പെടും, വെല്ലൂരിലുള്ളതും പെടും, ഹസ്രത്ത് ബല്ലിലുള്ളതും പെടും, എല്ലാം പെടുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സനത് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണമെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞോളൂ. നിങ്ങളെ വാദം നിങ്ങൾ പറയും. വാദമൊന്ന് പറയൂ. വാദം പറയാനാവണില്ല. കണ്ടോ, ഇതാണ് എസ്കക്കാരുടെ പരാജയം. അവർക്ക് സനത് വേണോ വേണ്ടേ, ഇതിലൊരു വാദം പറയാൻ അവർക്ക് കഴിയുന്നില്ല. മൈക്കെടുത്തോളൂ. പയ്യോളി, നിങ്ങൾ ഉരുളണ്ട. കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ മർക്കസിലുള്ള മുടിയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മറ്റുള്ള മുടികളിലേക്കൊന്നും പോവണ്ട. കാരണം ഇന്ന് ഒരു ലോകത്തും സനതാണെന്നും പറഞ്ഞുകൊണ്ട് നെസബ വായിച്ചുകൊണ്ട് ഒരു മുടിയും ഒരു ലോകത്തും എവിടെയും വന്നിട്ടില്ല. അത് വന്നത് മർക്കസിൽ തന്നെയാണ്, വേറെ എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് മർക്കസിലെ മുടിയെ തൊടാൻ നിങ്ങൾക്ക് എന്താ പേടി? അതിനെന്തിനാ ഇത്ര ഭയപ്പെടുന്നത് പയ്യോളി? അതിലേക്ക് വരണം. കാരണം സത്യാവസ്ഥ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് നിങ്ങള്. പയ്യോളി, അതിലേക്ക് വരണം. കാരണം സത്യാവസ്ഥ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് നിങ്ങള്. കഷ്ടം സാജിയെ, സത്യത്തിൽ നിങ്ങളിപ്പോ അന്ന് നിങ്ങളുടെ ഇർഫാന് പറഞ്ഞ അതേ ലെവലില് മർക്കസിലെ ചർച്ച ചെയ്യാം. മർക്കസിലുള്ളതിനെ കുറിച്ച് നിങ്ങളെ വാദം എന്താ? നമ്മൾ തയ്യാറാണ്. എന്ത് ഇല്ല, ഞാൻ ആരും അന്വേഷിച്ചിട്ടില്ല. ചീല ഒക്കെ കഴിഞ്ഞു. ചീലനിപ്പോ എന്നോട് വന്നിട്ട് ചോദിക്കുക, ഉസ്താദ് എന്നെ അന്വേഷിച്ചിരുന്നു. ഇല്ല, ആരും അന്വേഷിച്ചിട്ടില്ല. എല്ലാ വർക്കും കഴിഞ്ഞിട്ട് എല്ലാരും വന്നിട്ട് ഇപ്പൊ ചോദിക്കുക, ഇപ്പൊ പിന്നെ അടിച്ചിട്ട് ചോദിക്കുകയാണ് എന്നെ അന്വേഷിച്ചിരുന്നു. ഇല്ലേ, ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുമില്ല, നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആ വിഷയം തന്നെ അവിടെ വിട്ടിയ. അക്കട്ടെ, നമ്മൾ ഇപ്പൊ വേറൊരു ചർച്ചയിലല്ലേ, അത് നടക്കട്ടെ. അപ്പോ അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരും. അത് മാറിപ്പോണ്ടാച്ചിട്ടാ. അപ്പൊ സാജിയെ, മർക്കസിലുള്ള വിഷയം തന്നെയാണ് ചർച്ച ഞങ്ങൾ ചെയ്യുന്നത്. ലോകത്തുള്ള ഷഹറ മുബാറക്കിന് അല്ലെങ്കിൽ ആസാറുകൾ സ്വീകരിക്കാൻ സനത് വേണമെന്ന് പറഞ്ഞാൽ മർക്കസിലുള്ളതിന് അത് ബാധകാണ്. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? മർക്കസിലുള്ളതിന് മാത്രം ഒരു സ്പെഷ്യൽ നിയമം ഉണ്ടാവില്ല. സാജിക്ക് മാത്രം ജനാപത്തുണ്ടായാലും ഒരു പൊതു നിയമം, ഒരു പ്രത്യേക നിയമം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, സാജിക്ക് ജനാപത്തുണ്ടായാലും ഇനി വേറൊരാൾക്ക് ജനാപത്തുണ്ടായാലും കുളിക്കണം എന്നുള്ള ഒരു നിയമമേ ഉണ്ടാവുള്ളൂ. അവിടെ സാജിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വ്യക്തികളെ കുറിച്ച് ഒരു വ്യക്തിയുടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൽ സാജി പെടും. അതുകൊണ്ടാണ് മൊത്തത്തിൽ ആ സാറുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ മാർക്കസിലുള്ള പെടും. മൊത്തത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ അതിന് തയ്യാറല്ല എങ്കിലും ഓക്കെ, അതിന് നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞോളി. മർക്കസിലുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പോരെ, മർക്കസിലുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിന് പരാതിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞോളി, ബാക്കി ഒറ്റൊന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല. മർക്കസിലുള്ളതിനെ കുറിച്ച് മാത്രം ചർച്ച എങ്കിൽ അത് പറയുന്നത് മൈക്കെടുത്തിട്ട് പറഞ്ഞോളൂ. ഒന്നും കൂടി പറഞ്ഞോളൂ കേട്ടോ. നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞോളൂ. തീർച്ചയായും മർക്കസിലെ മുടിയെ കുറിച്ച് മാത്രമേ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ.
മറ്റുള്ള ഒന്നിനെക്കുറിച്ചും സംസാരിക്കേണ്ടതില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളുമല്ല. മർക്കസിലുള്ള മുടി, ആ മർക്കസിലുള്ള മുടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല. അതാണ് എന്റെ വാദം. നിങ്ങളെ വാദം എന്താണ്? മർക്കസിലുള്ള മുടി റസൂലുള്ളാഹി തങ്ങളുടേത് അല്ല എന്നാണ്. വേറൊന്നിനെ കുറിച്ചും ഞങ്ങൾക്ക് ചർച്ചയില്ല. കാരണം വെല്ലൂരിലത്തെ ചോദിച്ചാൽ കൂടുന്നു, സനത് എവിടെയെന്ന് ചോദിച്ചാൽ കൂടുന്നു, ആകെ ഇടങ്ങാറാകും. ഇപ്പൊ മർക്കസിലുള്ള മാത്രം ഓക്കെ, ഞാൻ ആ ചർച്ചക്കും തയ്യാറാ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ ചർച്ചക്കും തയ്യാറാ. മർക്കസിലുള്ള മുടി റസൂലുള്ളാഹിന്റേത് അല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ നിങ്ങൾ പറഞ്ഞത്? മർക്കസിലുള്ള തിരുശഅറെ മുബാറക്ക് റസൂലുള്ളാഹി തങ്ങളുടേത് അല്ല എന്നാണ് നമ്മളെ സാജി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ആരെ പറഞ്ഞു റസൂലുള്ളാഹിന്റേതല്ലാന്ന്? നിങ്ങളോട് ആരെ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റേതല്ല? നിങ്ങൾക്ക് നിങ്ങളോട് ആരെ ഇത് പറഞ്ഞു റസൂലുള്ളാഹിന്റേതല്ലാന്ന്? നിങ്ങളോട് ആരെ പറഞ്ഞു? ഒന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞാന്ന മഹാൻ എനിക്കൊന്ന് കാണുന്നു. അല്ല, നിങ്ങൾക്ക് തന്നെയാണ് നോക്കി റസൂലുള്ളാഹിന്റേത് അല്ല നിങ്ങൾ പറയുമ്പോ അതാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇത് റസൂലുള്ളാഹിന്റേത് അല്ലാന്ന്? ഒന്ന് മൈക്കെടുത്തിട്ട് പറഞ്ഞാട്ടെ. പയ്യോളി നേരത്തെ എന്നോട് വാദം പറഞ്ഞു. ഇതിപ്പോ വാദമല്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് പിന്നെ വാദത്തിൽ ചോദിക്കാം. ഇത് നിങ്ങൾ വാദം എഴുതി, നിങ്ങൾ ആദ്യം വാദം എഴുതണം, ആണ് എന്ന് എഴുതണം. മനസ്സിലായില്ലേ? ഞാൻ തിരുകേശൊന്നും പറഞ്ഞിട്ടില്ല. മർക്കസിലുള്ള മുടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല. നിങ്ങളാണ് എഴുതി, എന്നിട്ട് നമുക്ക് പറയാം ബാക്കിയൊക്കെ. നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ, അത് മറക്കരുത്. എന്നിട്ട് നമുക്ക് പറയാം ബാക്കിയൊക്കെ. നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു. ശരി, അത് മറക്കരുത്. ശരി 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 ആണ്. മർക്കസിലുള്ള തിരുകേശം അള്ളാന്റെ റസൂലിന്റേത് തന്നെയാണ്. മർക്കസിലുള്ള തിരുകേശം റബ്ബിന്റെ റസൂലിന്റേത് തന്നെയാണ്. വാദം ചെയ്താത്തൊരു വിഷമം വേണ്ട. അല്ല നിങ്ങൾ പറയുമ്പോ ആണ് എന്ന് വാദിക്കാൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ ഞങ്ങൾ തയ്യാറാ. ഇനി എന്താ നിങ്ങൾക്ക് രണ്ട് മൈക്കെടുക്ക്. ഓക്കെ, ആദ്യം ചോദിക്കുക, അതിന്റെ സനദ് എവിടെ ഉണ്ടോ? സനദ് എവിടെ? ഇപ്പൊ നമുക്ക് ഇവിടെ ഓൺലൈനിൽ കിട്ടുന്ന സനദ് മാത്രമാണല്ലോ. ഒന്ന് പറയും. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് റസൂലുള്ളാഹിന്റേതാണെന്ന് അംഗീകരിക്കാൻ സനദിന്റെ ആവശ്യമേ ഇല്ല. സനദിന്റെ ആവശ്യമേ ഇല്ല. ഒരു കാര്യം റസൂലുള്ളാഹിന്റേതാണെന്ന് സ്വീകരിക്കുക, അതുകൊണ്ട് ബർക്കത്തിരിക്കാൻ സനദിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം പരിധിക്ക് പുറത്താണ്. സുന്നത്തി ജമാഅത്തിന്റെ ചോദ്യമല്ല അത്. ഇനി മൈക്കെടുക്ക്. അപ്പൊ സനദ് വേണം. സനദ് ദീനുണ്ടായത് സനദ് കൊണ്ടാണ് എന്ന് പറഞ്ഞ എപിയുടെ വാദത്തിനെ പയ്യോളി തള്ളുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ തള്ളുന്നു അല്ലേ പയ്യോളി? ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് എപിയുടെ അല്ലേ? അങ്ങനെ തള്ളുന്നു അല്ലേ പയ്യോളി? ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് എപിയുടെ പാവം, കഷ്ടം. എപി ഉസ്താദിന്റെ വാദം എന്താ നിങ്ങൾ നിട്ടി കേൾപ്പിച്ചാട്ടെ. ശരി, നിങ്ങളത് നിട്ടി കേൾപ്പിച്ചോളൂ. എന്താണ് എപി ഉസ്താദ് സനദ് വേണം എന്ന് പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് എപി ഉസ്താദ് സനദ് വേണം എന്ന് പറഞ്ഞത്? ഒന്ന് ഇട്ട് കേൾപ്പിച്ചോളൂ. ഞാൻ വിശദീകരിച്ചു തരുമല്ലോ. മൈക്കെടുത്തോളൂ. സനദ് വേണം. ദീനിൽ എല്ലാം സനദ് കൊണ്ടാണ്. ആ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇനി അതുപോലെ തന്നെ അത് കേൾപ്പിച്ച് തന്നാൽ, ഒറ്റ മിനിറ്റ് കൈ താഴ്ത്തു, ഒരു മിനിറ്റ്, കാരണം കൈ താഴ്ത്തിയാൽ ബാക്കിയുള്ളവർ ഡോട്ട് ഇടും. അപ്പോ അത് കേൾപ്പിച്ച് തന്നാൽ അതോട് കൂടിയിട്ട് തീരുവോ? അതോട് കൂടിയിട്ട് പയ്യോളി പറയോ ഇതിന് സനദ് വേണം എന്നുള്ളത്? കാരണം നേരത്തെ വേണ്ട എന്ന് പറഞ്ഞത് തിരുത്തുമോ? അതും കൂടി ഒന്ന് പറയണം മൈക്കെടുക്കുമ്പോ. കാരണം നേരത്തെ വേണ്ട എന്ന് പറഞ്ഞത് തിരുത്തുമോ? അതും കൂടി ഒന്ന് പറയണം മൈക്കെടുക്കുമ്പോ. അത് ശരിയാണ്. നിങ്ങളുടെ ചോദ്യം അതൊക്കെ ന്യായമായ ചോദ്യമാണ്. അത് നിങ്ങൾ ഇട്ട് കേൾപ്പിച്ചു തന്നിട്ട് നിങ്ങളത് വിഷയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇൻഷാ അള്ളാഹ് അപ്പൊ തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തി തരും. നിങ്ങളൊരു തെറ്റിദ്ധാരണ സംസാരിക്കുന്നത് ഞങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് നിങ്ങളുടെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങളെ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തി തരും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ധാരണ പെശകാണ് അവിടെ ഉള്ളത്. അത് തിരുത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങളോട് ആ ക്ലിപ്പ് ഇടാനും വേണ്ടി പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങളോട് ആ ക്ലിപ്പ് ഇടാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ധാരണ തിരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ ആ ക്ലിപ്പ് ഇട്ടോളൂ. ആ ധാരണ പെശക് നമ്മൾ തിരുത്തി തരും. നെക്സ്റ്റ് ടൈം നിങ്ങൾ മൈക്ക് എടുത്തോളൂ, ക്ലിപ്പ് ഇട്ടോളൂ. ഞാൻ മൈക്ക് വിട്ടു.
ഹലോ, ഒരു മിനിറ്റ്, ഞാൻ അപ്പോ നിങ്ങൾ പറയുന്നത് ഒരു മുടി ഒരാളുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സനദ് വേണ്ട എന്നാണ്. ഓക്കെ, അതിന് മറ്റേ ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഇപ്പൊ കൊണ്ടുവരാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടൈമും കാര്യവും വേണം. അതേപോലെ നിങ്ങൾ നേരത്തെ മറ്റൊരു ഇതിലേക്ക് കടന്നതുപോലെ തന്നെ ആലുവ ഷേഖിന്റെ കയ്യിലുള്ള മുടി അതും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് പറയണം. ആലുവ ഷേഖിന്റെ കയ്യിലുള്ള മുടി അദ്ദേഹത്തിന്റെ കയ്യിലുമുണ്ട്. കാരണം അത് സനദ് ഒന്നുമില്ലാത്ത നേരിട്ട് റസൂൽ കൊണ്ടുപോയി കൊടുത്തതാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സനദ് ഒന്നുമില്ലാത്ത നേരിട്ട് റസൂൽ കൊണ്ടുപോയി കൊടുത്തതാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയാം. നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് തീർന്നോട്ടെ. നമ്മൾ തുടങ്ങിയത് ഇങ്ങോട്ട് തീർന്നോട്ടെ, എന്നിട്ട് പോരെ. മർക്കസിലത്തെ തീർന്നിട്ട് പോരെ. മറ്റൊന്നും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എന്നല്ല പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ ആലുവ ഷെയ്ഖുമ്മിലേക്ക് പോയത്? മർക്കസിലുള്ളത് മാത്രമാ ചർച്ച എന്ന് പറയും. ഇപ്പൊ ആലുവ ഷെയ്ഖിന്റെ മുടിയായ അത് ശരി. വേറൊന്നും ഞാൻ ചോദിക്കട്ടെ. എന്നാലും ഇപ്പൊ വെല്ലൂരത്തെ ഞാൻ ചോദിക്കട്ടെ, തിരിച്ച് വെല്ലൂരിലത്തെ ഞാനും ചോദിക്കട്ടെ. അതില്ലല്ലോ, നമ്മൾ മർക്കസിലുള്ളത് മാത്രമല്ലേ ചർച്ച. ഇപ്പൊ എന്നിട്ട് അതേ മൂപ്പരെന്നെ പറയാണ് ആലുവ ഷെയ്ഖിന്റെ കയ്യിലുണ്ടായാലോ. ആലുവ ഷെയ്ഖിന്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ ചർച്ച ചെയ്യുന്നത് മർക്കസിലുള്ളതല്ലേ. അതുകൊണ്ട് ഷാജി ആ ക്ലിപ്പിട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഷാജി ക്ലിപ്പിടാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ മൈക്ക് വിടും. അതുകൊണ്ട് അപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച ഷാജിയെ ഇല്ല ഷാജിയെ, നിങ്ങളിപ്പോ സനദ് വായിക്കുന്ന ക്ലിപ്പാണ് ഇടാൻ പോകുന്നത്. അതല്ല, സനദ് വേണം അംഗീകരിക്കാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഉസ്താദിനെ തള്ളണമെങ്കിൽ ഉസ്താദ് പറയണം, ആസാറെ മുബാറക് റസൂലുള്ളാഹിന്റെ ആസാറുകൾ സ്വീകരിക്കാൻ സനദ് വേണം, അല്ലാത്ത സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഉസ്താദ് പറഞ്ഞതിനുള്ള രേഖയാ വേണ്ടത്. അതാണ് നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്. അതിനാണ് നിങ്ങളോട് ക്ലിപ്പ് ചോദിച്ച്. ആ ക്ലിപ്പ് ഇവിടെ ആസാറുകൾ സ്വീകരിക്കാൻ സനദ് വേണം, അല്ലാത്ത സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഉസ്താദ് പറഞ്ഞതിന്റെ രേഖയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളിപ്പോ സനദ്, ഉസ്താദ് അതിന്റെ സനദ് വായിക്കുന്ന രേഖയാണ്. ഞങ്ങളെ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉസ്താദ് മർക്കസിലുള്ള ഷഹറെ മുബാറക്കിന്റെ സനദ് വായിച്ചിട്ടില്ല എന്ന വാദം ഞങ്ങൾക്കില്ല. സനദ് ഉണ്ടായാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് കൊണ്ടുപോവാ. ഞങ്ങൾ പറയുന്ന സനദ് ആവശ്യമില്ല എന്നാ. തബറുക്കിന്റെ വിഷയത്തിൽ ആസാറുകൾ സ്വീകരിക്കുന്നിടത്ത് സനദിന്റെ ആവശ്യമില്ല. ഒന്ന്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറുശ്ശേരി ഉസ്താദിന് ഇപ്പോ ആലിമായിട്ട് അംഗീകരിക്കാൻ കഴിയൂല. കാരണം മൂപ്പർക്ക് സനദില്ല. ചെറുശ്ശേരി ഉസ്താദിന് ആലിമായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. കാരണം മൂപ്പർക്ക് സനദില്ലല്ലോ. സനദില്ലാത്തതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ തീർന്നില്ലേ? ചെറുശ്ശേരി ഉസ്താദിന് അംഗീകരിക്കാൻ പറ്റൂല. കാരണം മൂപ്പർക്ക് സനദില്ല. കഷ്ടം. ഇതാ ഞങ്ങൾ ഈ പറയണത്. ഇത് പറഞ്ഞ് ചെറുശ്ശേരി ഉസ്താദിന് തള്ളേണ്ട അവസ്ഥ വരില്ലേ? സനദില്ലാത്തത് സ്വീകരിക്കാൻ പറ്റില്ല. ചെറുശ്ശേരി ഉസ്താദിന് സനദില്ല. അല്ല, നമ്മൾ അദ്ദേഹത്തെ പിന്നെ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എസ്കക്കാരന്റെ വാദം സനദുള്ളത് അംഗീകരിക്കാൻ പറ്റൂ, സനദില്ലാത്തത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാലും ചെറുശ്ശേരി ഉസ്താദിന് സനദില്ലല്ലോ. കഷ്ടം. ഇതാ ഞങ്ങൾ ഈ പറയുന്നത്. ചെറുശ്ശേരി ഉസ്താദിനൊന്നും അങ്ങനെ ഇടങ്ങാറാക്കണ്ട. അതുകൊണ്ട് സനദ് ഉണ്ടായാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഭാഗം അത് കൊണ്ടുപോവാ. ഞാൻ മൈക്ക് വിട്ടു. ഷാജി മൈക്ക് എടുത്തോളൂ. ഹലോ, എന്റെ നെറ്റ് സ്ലോ ആണ്. ഓക്കെ, അത് മൊത്തം എന്താണെന്നറിയോ? ഹലോ, കേൾക്കുന്നില്ല പറയുന്നത്? ഹലോ, ഒച്ചയൊന്നും പോയിട്ടില്ല സഹോദരന്മാരെ. കാരണം നിങ്ങളെ മുന്നിലൊന്നും ഒരിക്കലും ഒച്ച പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, അപ്പൊ നെറ്റ് സ്ലോ ആണ്. അതുകൊണ്ട് യൂട്യൂബ് ഒക്കെ ഇടുമ്പോ എന്റെ മൈക്ക് വരെ പോകുന്നുണ്ട്. എനിവേ, ഏതായിരുന്നാലും നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഇടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു എന്ത്? ഓക്കെ, ആ ഒരു സനദ് വായിക്കുന്നത് അതാണ് കേൾക്കേണ്ടത് എന്ന്. അപ്പൊ നിങ്ങൾ കേട്ടതാണത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നല്ലോണം പറയുന്നതുണ്ട്, രണ്ടുണ്ട്, ഒക്കെ കേൾപ്പിച്ചു തരാം. പക്ഷെ അത് ഈ സമയത്ത്, കാരണം എന്റെ നെറ്റ് വളരെ സ്ലോ ആണ്. പിന്നെ അതുകൊണ്ട് അതെ, മുവാമി ആരുണ്ടെങ്കിൽ വെക്കി. അപ്പൊ എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യും.
കഷ്ടം. സുഹൃത്തെ, ഞാൻ പറഞ്ഞത് സനത് വായിക്കുന്ന ഇടാനല്ല, സനത് വേണം. സനദില്ലാത്ത ഷെയറെ മുബാറക്കാവട്ടെ മറ്റ് ആധാറുകളാവട്ടെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് എ പി ഉസ്താദ് പറഞ്ഞത് എവിടെയെന്നാ ചോദിക്കണേ. അത് എ പി ഉസ്താദ് പറയുന്ന ക്ലിപ്പ് ഇടുവൻ. ഞങ്ങളുടെ വാദം സനത് വേണ്ട എന്നാണല്ലോ. അതിനെതിരാവണമെങ്കിൽ സനത് വേണം, സനത് ഉണ്ടായാലേ സ്വീകരിക്കാൻ പറ്റൂന്ന, അല്ലാത്തതൊക്കെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് എ പി ഉസ്താദ് പറയണം. എന്നാലേ എ പി ഉസ്താദിന്റെ വാദം ഞങ്ങൾ തള്ളരാകുള്ളൂ. അത് എവിടെ ആ ക്ലിപ്പ്? ആ ക്ലിപ്പ് എവിടെ? അതാണ് നിങ്ങൾ ഇടേണ്ടത്. അതുണ്ടെങ്കിൽ ഇട്ടോളൂ. ഞാൻ മൈക്ക് വിട്ടു. അല്ല, ഇപ്പൊ നിങ്ങൾ ഇട്ടത് എ പി ഉസ്താദിന്റെ സൗണ്ടാ? എ പി ഉസ്താദിന്റെ ക്ലിപ്പാപ്പ് നിങ്ങൾ ഇട്ടത്? എ പി ഉസ്താദ് സനത് വേണം, അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ എ പി ഉസ്താദിന്റെ ക്ലിപ്പാപ്പ് ഇട്ട് അതിടൻ. നിങ്ങൾ വേറെ ഒന്നും ഇടണ്ട, അതാ ഇടണ്ട്. എ പി ഉസ്താദിന്റെ സൗണ്ടാപ്പം വന്നത് അല്ല, വേറെ എല്ലാം ഉണ്ട്. ആ ഭാഗം ഇട്. എ പി ഉസ്താദ് സനത് ഉണ്ടായാലേ സ്വീകരിക്കാൻ പറ്റൂ, അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എവിടെ? അല്ലാത്ത ആധാറുകൾ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എവിടെ? അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. എന്നിട്ട് എ പി ഉസ്താദ് സനതുള്ളത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചൊരു ചോദ്യമുണ്ട്. അതിട്ടാൽ അത് അങ്ങനെയാകുമ്പോ പിന്നെ ചെറുശ്ശേരി സ്ഥാനം തള്ളേണ്ടി വരും. കേടങ്ങാറാകുമല്ലോ. ചെറുശ്ശേരി സ്ഥാനം തള്ളേണ്ടി വരും, നിർബന്ധമായിട്ട് തള്ളേണ്ടി വരും നിങ്ങൾ. കാരണം എന്താ? ചെറുശ്ശേരി സ്ഥാനം ഇല്ല, സനതില്ല. ഞാൻ മുമ്പ് മറ്റേ എന്താ ഒരു കോമഡി കേട്ടിരുന്നു, മറ്റേ ഒരു ലൈസൻസിന്റെ ഒരു കോമഡി. എനിക്കതില്ലാന്നാ രണ്ട് മുമ്പ്, എനിക്ക് പണ്ടേ അതില്ല. അതേമാതിരി ചെറുശ്ശേരി സ്ഥാനം പണ്ടേ അതില്ല. ഏത് മനസ്സിലായില്ലേ? ആ സാധനം സനതിന്റെ സാധനം ചെറുശ്ശേരി സ്ഥാനം പണ്ടേ ഇല്ലാത്തതാ. അപ്പൊ പിന്നെ സനതുണ്ടായാലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോ ചെറുശ്ശേരി സ്ഥാനം ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? തള്ളേണ്ടി വരും. നിങ്ങൾ അംഗീകരിക്കുവോ? അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നം തീർന്നു, നമ്മളായിട്ടുള്ള തർക്കം തീർന്നില്ല. പിന്നെ ചെറുശ്ശേരി സ്ഥാനം ഞങ്ങൾ അംഗീകരിക്കൂല, കാരണം സ്ഥാനം സനതില്ലാത്തതുകൊണ്ട്. ഞാൻ മൈക്ക് വിട്ടു. അതുകൊണ്ട് നിങ്ങൾ എ പി ഉസ്താദ് പറയുന്ന ഭാഗം ഇടി, നമുക്ക് അത്രേ വേണ്ടു. മൈക്ക് എടുത്തോളൂ. ഹലോ, വെയിറ്റ് ചെയ്യ്. അതെ, വെയിറ്റ് ചെയ്യ്. അപ്പൊ അതുകൊണ്ട് എന്താ അറിയോ, അതെ ഞാൻ ടൈം എടുക്കും പയ്യോളി, കുറച്ച് കേൾക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ലോണം ഒന്ന് കുറച്ച് ക്ഷമിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. എന്നിട്ട് കേൾക്കാം, നല്ലോണം കേൾക്കാം കേട്ടോ. അല്ലെങ്കിൽ സാജിയ ഞങ്ങൾക്ക് തിരക്കില്ല, നിങ്ങൾ അത് എടുത്തിട്ട് പിന്നെ ആ ഭാഗം എടുത്തിട്ട് മൈക്ക് എടുത്തോളൂ. നിങ്ങൾ ആ ഭാഗം കേട്ടിട്ട് ആ ഭാഗം എടുത്തിട്ട് മൈക്ക് എടുത്തോളൂ. നമുക്ക് കുഴപ്പമില്ല, തിരക്കില്ലല്ലോ. അല്ലാതെ മൈക്കിനെടുത്തിട്ട് ഇങ്ങനെ ഫുള്ളിടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ലാലോ. ഞങ്ങൾ ആരും കേൾക്കാത്ത വിഷയമല്ല. അതുകൊണ്ട് സുഹൃത്തായി കേട്ടതിന് ശേഷം ആ ഭാഗം എത്തിയിട്ട് എടുത്തു വെച്ചോ, അതാ നല്ലത്. അതല്ല എന്റെ ഒരു ശരി. അല്ലാതെ ഒരു CD കംപ്ലീറ്റ് ഇടുന്നവരെ രാത്രി നമ്മൾ കുത്തിരിക്കാന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. നമുക്ക് വേറെയും പണിയെടുക്കണ്ടല്ലേ. മനസ്സിലായോ സാജിയ? അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിലോട്ട് നിങ്ങൾ നാളെ കൊണ്ടുവരി. നാളെ അതിനെക്കുറിച്ച് ആവാ ചർച്ച. നമുക്കതിനൊന്നും പരാതിയില്ല. കാരണം മനസ്സിലായില്ല, നാളെ പിന്നെ ഒക്കെ എടുത്തു വെച്ചിട്ട് നാളെ പോരി, എന്നാലും നമുക്ക് തരക്കേടില്ല. പക്ഷെ നിങ്ങൾ ആ ഭാഗം ഇടണം. ഓക്കെ, അല്ലാതെ ഒരു CD-യുടെ ആദ്യ ഭാഗം മുതൽ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നത് ആ CD മുഴുവൻ ഇടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഞാൻ മൈക്ക് വിട്ടു. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂപ്പര് അത് എടുത്തിട്ട് വന്നോട്ടെ, അതായിരിക്കും നന്നാവുക. അത് അനായിരിക്കും അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? ഇന്നമദ്ദീനു ബിൽ ഇസ്നാദി ഔ ബിൽ അസ്നാദി. സാജി കൊണ്ടുവരാൻ പോകുന്ന ക്ലിപ്പൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ന ക്ലിപ്പാണ് മൂപ്പര് കൊണ്ടുവരിക. പക്ഷെ മൂപ്പരൊന്ന് തപ്പി എടുത്തോട്ടെ, അതിനാ ഞാനും വെയിറ്റ് ചെയ്യുന്നു. അപ്പോ ദീനിൽ വിഷയങ്ങൾ തീരുമാനപ്പെടുത്തുന്നത് സനദ് കൊണ്ടാണ് എന്ന ഒരു ഭാഗം
ആ ഭാഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ദീനിലൊരു വിഷയം തീരുമാനപ്പെടുത്തുന്നത് ഇസ്നാദ് കൊണ്ടാണ്, അതിലാർക്കും സംശയമില്ല. അത് അഹ്കാമുകളെ കുറിച്ചാണ് പറയണത്. ദീനിന്റെ ഹുക്കുമുകൾ സ്ഥിരപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇസ്നാദ് കൊണ്ടാണ് ദീനിന്റെ ഹുക്കുമുകൾ സ്ഥിരപ്പെടുകയുള്ളൂ. അല്ലാതെ ബർക്കത്തെടുക്കാൻ അതിന് സനദ് വേണം എന്നല്ല പറഞ്ഞത്. ദീനിൽ ഒരുപാട് അഹ്കാമുകളുണ്ട്, ദീനിന്റെ ഹുക്കുമുകൾ. ആ ഹുക്കുമുകൾ സ്ഥിരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സനദോട് കൂടെ സ്ഥിരപ്പെടണം അഹ്കാമുകള്. അല്ലാതെ ഒരാൾക്ക് ഒരു കാര്യം ബർക്കത്തെടുക്കാൻ വേണ്ടി സനദ് വേണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ പാറപ്പള്ളിയിലെ കാലടയാളം ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്നുള്ള ഭാഗം പറഞ്ഞിട്ട് പാറപ്പള്ളിയിലെ കാൽപാദം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെതാണ് എന്ന് തെളിയിക്കാൻ സനദ് എവിടെ? തെളിയിക്കണം. ഇല്ലല്ലോ. ഇല്ല എങ്കിൽ തച്ചു പൊളിക്കണം. അത് പോട്ടെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ എന്തൊക്കെ കാര്യം? വെല്ലൂരുള്ള തിരികേശം സനദ് എവിടെ? ഉദ്ധരിക്കണം, ഇല്ലെങ്കിൽ എടുത്തു മാറ്റണം. ഹസ്രത്ത് ബാലിലേത് എവിടെ? സനദ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എടുത്തൊഴിവാക്കണം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞ പോലെ ഹാജറുൽ അസ്വദിന്റെ സനദടക്കം പറയേണ്ടി വരും. ഹാജറുൽ അസ്വദിന്റെ സനദടക്കം പറയേണ്ടി വരും. കാരണം ആ കൊണ്ടുവന്നത് അത് തന്നെയാണോ? കറാമിത്ത കൊണ്ടുവന്ന് വെച്ചത് ഹജറുൽ അസ്വദ് തന്നെയാണോ? ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആ കല്ല് കൈമാറ്റ പ്രക്രിയയിലൂടെ ബഹുമാനപ്പെട്ട കഅബാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് വരേക്കും അതിനുശേഷവും അത് ഓക്കെ ആയിരുന്നു, പ്രശ്നമില്ല. മറിച്ച് ഖറാമിത്ത അത് കട്ടുകൊണ്ടുപോയി 20 വർഷങ്ങൾക്ക് ശേഷം ഹജറുൽ അസ്വദാണ് എന്ന് പറഞ്ഞിട്ട് കല്ല് തിരിച്ചു കൊടുത്തു. അതും 8 കഷ്ണങ്ങളാക്കി പൊട്ടിച്ച കല്ല്. ഹജറുൽ അസ്വദ് ഒറ്റ കല്ലായിരുന്നു. ആ കല്ല് 8 കഷ്ണാക്കി പൊട്ടിച്ചിട്ടാണ് ഖറാമിത്ത തിരിച്ചു കൊടുക്കുന്നത്. അവർ പറയുന്നു ഇതാണ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയത്. നമുക്ക് വിശ്വാസം മാത്രമാണ്. ഖറാമിത്ത ആ കല്ല് തന്നെയാണോ തിരിച്ചു തന്നത്? ഓരങ്ങനെ തിരിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ അതാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനെവിടെ സനദ്? അതാണെന്നുള്ളതിന് അതിന് സനദൊന്നുമില്ല. അത് ഖറാമിത്ത പറഞ്ഞു അത് ഹജറുൽ അസ്വദ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഖറാമിത്ത അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഹജറുൽ അസ്വദ്, ഞങ്ങൾ കൊണ്ടുപോയ കല്ല് അത് തന്നെയാണെന്ന് അവർ പറഞ്ഞു. ആ ഒരു സനദേ അതിനുള്ളൂ. അല്ലാതെ അത് ഹജറുൽ അസ്വദ് തന്നെയാണോ എന്നുള്ളൊരു എന്തെങ്കിലും രേഖ ഒന്നുമില്ല. പിന്നെ നമുക്കെന്താ? നമുക്ക് ഇസ്ലാമിന്റെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അത് ഹജറുൽ അസ്വദ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇസ്ലാമി ചെയ്യുന്നുണ്ട്. നമ്മളെ ഇസ്ലാമി ചെയ്യേണ്ട സുന്നത്ത് അത്രേ വേണ്ടതുള്ളൂ. പക്ഷെ മുജാഹിദിനും എസ്കക്കാരനും അതുപോരാ. കാരണം ഇത് ഖറാമിത്ത കൊണ്ടുപോയി 20ഓളം വർഷം 23 വർഷക്കാലത്തോളം അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവർ കൊണ്ടുവന്നത് അത് തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ അവർ ഏത് രേഖയാണ് സ്വീകരിക്കേണ്ടത്? അവര് പറയേണ്ട കേസാണ്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് ആണെങ്കിൽ. പക്ഷെ അത് അവിടെ ബാധകല്ല. എന്തുകൊണ്ട് ബാധകല്ല? അത് അഹ്കാമിന്റെ വിഷയമല്ല. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ എന്താപ്പോ പിന്നെ പയ്യോളി ഉസ്താദ് പറഞ്ഞു, ഞാൻ ശരിക്കും കേട്ടില്ല. കാരണം ഞാൻ ആകെ ഹാങ്ങായി. പിന്നെ കാരണം അറിയാം ഇത് കുറച്ച് നെറ്റ് സ്ലോ ആണ്. ഏതായിരുന്നാലും ക്ലിപ്പൊക്കെ ഉണ്ട്. ക്ലിപ്പും കിട്ടിയിട്ട് ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. എനിവേ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇന്നമൽ അസ്നാദ് ബിൽ ഇസ്നാദ്, ഞാൻ അത് കേട്ടു. ഓക്കെ, അത് തന്നെയാണ് വിഷയം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു. പക്ഷെ അവിടെ അതല്ല പറയുന്നത്. ഫോണിൽ വിളിച്ചവർക്ക് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പയ്യോളി ഉസ്താദേ. അവിടെ അങ്ങനെ പറയുന്നുണ്ട്. അവിടെ പോയില്ല. അതെങ്ങോട്ടേക്കാ നിങ്ങളൊന്ന് പറഞ്ഞേരി. അവിടെ പറയുന്നുണ്ട് ഉസ്താദ് ഇങ്ങനെ ഫോണിൽ വിളിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്തിനാ ഇവിടെ ഉസ്താദെ? അവിടെ ദീനിന്റെ കാര്യം ചോദിച്ചിട്ട് അവിടെ എ പി ഉസ്താദിനെ ഫോണിൽ വിളിച്ചത് ഒന്ന് പറഞ്ഞേരി. അല്ല, അതൊക്കെ ഒരു ന്യായം തന്നെയാണ്. അപ്പറയണതൊക്കെ ന്യായം തന്നെയാണ്. ദീനിന്റെ കാര്യത്തിലാണോ എ പി ഉസ്താദ് സനദ് വായിച്ചത്? അല്ല, ഷാറെ മുബാറക്കിന്റെ സനദാ വായിച്ചത്. പക്ഷെ സനദ് ഉണ്ടായാലേ സ്വീകരിക്കാൻ പറ്റുന്ന എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല. സനദ് ഉണ്ടെങ്കിൽ ആവാം. സനദ് ഉണ്ടെങ്കിൽ പറയണേന്റെ കുഴപ്പോ? സനദ് എ പി ഉസ്താദിന്റെ സനദ് ഉണ്ടാവുകൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞു. അതുണ്ടായാലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന വാദം എ പി ഉസ്താദിനില്ല, അങ്ങൾക്കില്ല എന്നാ പറയണത്.
സനത് ഉണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം, ആ സനത് സ്വീകരിക്കാം. ഏത് സ്ഥാനോട് കുറെ ആളുകൾ അയിന സനതു എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ സനത്? ആ ഫോണിൽ വിളിച്ച ആളുകൾക്ക് വേണ്ടി പറയാനിതാ സനത് വായിക്കാൻ പോവുകയാണ്. അങ്ങനെ സനത് വായിച്ചു കൊടുത്തത്. അതുണ്ടായാലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് സുന്നത്തെ മാത്രം അങ്ങനെ ഒരു വാദമില്ല. ഉള്ളതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല സാജി. ഉള്ളത് കയ്യിലുള്ളത് കൊണ്ട് അത് പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ അത് ഉണ്ടായാലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് ഉസ്താദ് പറയണില്ല. ഞാൻ മൈക്ക് വിട്ടു. അയ്യോള് ഒരു ചെറിയൊരു കളവ് അവിടെ പറഞ്ഞു. കാരണം അവിടെ സനതല്ല വായിച്ചത്, നസബയായിരുന്നു. അത് നിങ്ങൾ തിരുത്തണം. അവിടെ നസബായിരുന്നു, പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഓക്കെ. പിന്നെ അപ്പോ ഇത് വായിച്ച സ്ഥലം ഏതാണ്, എവിടെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്, അതൊക്കെ ഒന്ന് പയ്യോളി മനസ്സിലാക്കണം. എപ്പോഴാണ് അത് സംസാരിച്ചത്? ഓക്കെ, മൈക്ക് ലീസ് ഡോട്ട് കണ്ട. മനസ്സിലാക്കണം എപ്പോഴാണ് അത് സംസാരിച്ചത്. ഓക്കെ, മൈക്ക് ലീസ് ഡോട്ട് കണ്ട. ഞാൻ പറയാ അവിടെ വായിച്ചത് ബിസ്മിയായിരുന്നു. ഒരാൾ പറയാ അവിടെ വായിച്ചത് ബിസ്മിയായിരുന്നു. വേറെ ആള് പറയാ അവിടെ വായിച്ച അൽഹംദുലില്ലാഹ്. അവിടെ വായിച്ചത് ഒപ്പമായിരുന്നു. എന്തൊരു കഷ്ടാണിത് കുട്ടി. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ വായിച്ചത് സനദാണോ, ഇനി ബിസ്മിയാണോ, അല്ല ഹംദാണോ, ഇനി തൗഖീഅ് ഒപ്പാണോ, അതല്ല വേറെ എന്തെങ്കിലും ആണോ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ AP ഉസ്താദിനെ വിളിച്ചു ഫോണിൽ ഒരാളല്ല പല ആളുകളും സനദ് എവിടെയെന്ന് ചോദിച്ചു. ആ ആളുകൾക്ക് വേണ്ടി AP ഉസ്താദ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ സനദ്. പക്ഷെ ഈ സനദ് ഉണ്ടായാലേ അത് സ്വീകരിക്കാൻ പറ്റൂ എന്ന് AP ഉസ്താദ് പറയണില്ല. സനദ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേന് തെറ്റാന്നല്ല പറഞ്ഞത്. സനദ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റാണ് എന്നല്ല പറയണത്. മറിച്ച് സനദ് ഇല്ല എന്ന കാരണം കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയല് തെറ്റാണ്. കാരണം ആസാറുകൾ സ്വീകരിക്കാൻ സനദിന്റെ ആവശ്യമില്ല എന്നാണ് തബറുക്കിന്റെ ബാബിൽ. അതാണ് AP ഉസ്താദിന്റെ വാദം, അതാണ് ഞങ്ങളുടെ വാദം. പിന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേന് തർക്കമില്ല. ഞാൻ മൈക്ക് വിട്ടു. പയ്യോളി എന്തായി പറയുന്നത്? കാരണം എവിടെ വെച്ചിട്ടാണ് ഇത് സംസാരിച്ചത്, എവിടെ വെച്ചിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനത് എടുത്തിരുന്നു. ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം അത് ഇപ്പൊ നിങ്ങൾ കേൾപ്പിച്ചു തരാം ഫുള്ളായിട്ട്. എന്നാൽ നമുക്ക് മനസ്സിലാവും ഏത് സമയത്താണ്. ഓക്കെ, പക്ഷേ എന്താ പറയുക, ഇത് ഭയങ്കര സ്ലോ ആവുകയാണ്. യൂട്യൂബിൽ ഇട്ടുന്ന സമയത്ത് ഇത് ഭയങ്കര സ്ലോ ആവുകയാണ്. അല്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കായിരുന്നു അത് ഫുള്ളായിട്ട്. കാരണം അത് പറയുന്ന സ്ഥലം എവിടെയാണ്, ആ മുടി കൊണ്ടുവന്നുകൊണ്ടാണ് അത് പറയുന്നത്. അതാണ് നിങ്ങൾ അതെ, ഒരുപാട് ടൈം ആകുന്നുണ്ട്. അപ്പോ ആ മുടി കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതോടൊപ്പം അതിനെ ഒരു ശക്തി കൂട്ടാൻ വേണ്ടി ഫോൺ വിളിച്ചവർക്ക് വേണ്ടി, ചില ആളുകൾക്ക് സനത് കിട്ടായിട്ട് പ്രശ്നമായിട്ടുണ്ട്, അതുകൊണ്ട് ഫോൺ വിളിച്ചവർക്ക് വേണ്ടി എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഇത് പിന്നെ കൊണ്ടുവന്ന മുടിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയമാണ് അവിടെ വായിച്ചത് സനദല്ലായിരുന്നു, നസബയായിരുന്നു. അത് അമീദ് ഫൈസും ഇവരൊക്കെ പറഞ്ഞു കൊടുത്തു. സനദല്ലായിരുന്നു, നസബയായിരുന്നു. അത് അമീദ് ഫൈസും ഇവരൊക്കെ പറഞ്ഞു കൊടുത്തു. അമീദ് ഫൈസി പറഞ്ഞു കൊടുത്ത എന്താന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് അമീദ് ഫൈസി പറഞ്ഞെടുത്ത് പെട്ടതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് തരാം. മൂപ്പരിപ്പോ പറയണ എന്താ അറിയോ, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഒരുപാട് ആളുകളെ മുൻനിർത്തി സനദ് വായിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പാണ് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് AP ഉസ്താദ് പറയുകയും ചെയ്ത് എന്നെ കുറെ ആളുകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് സനദ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയാണ് വായിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും സനദ്, അത് വായിച്ചത് സനദ് തന്നെയാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല. അവിടെ അത് പറഞ്ഞിട്ട് വായിച്ചല്ലോ, ആ വായിച്ചത് സനദ് തന്നെ. ശരി, ആ വായിച്ചത് സനദാണ്. അത് AP ഉസ്താദിന്റെ കയ്യിലുള്ളത് കൊണ്ട് AP ഉസ്താദ് വായിച്ച് തന്നു. ആർക്ക് വേണ്ടി? ഇങ്ങനെ കുറെ ആളുകൾ സനദ് ചോദിക്കുന്നുണ്ട്, ഓർക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ, സനദ് ഞങ്ങളെ കയ്യിലുണ്ട്, ഇതാ സനദ് പിടിച്ചോന്നും പറഞ്ഞ് കൊടുത്തു. ഇനി ഒരു സനദ് ഇല്ലാന്ന് വിചാരിക്കാം. ഇപ്പൊ താന്തപുരം AP ഉസ്താദിന്റെ കയ്യിലുള്ളതിന് സനദ് എന്തായാലും ഉണ്ടല്ലോ, അതൊക്കെ
അതിന്റെ വിഷയം അവിടെ കഴിഞ്ഞു. ഇനി ഒരു ഷാറെ മുബാറക്കിന് സനദ് ഇല്ലാന്ന് വിചാരിക്കുക, എന്നാൽ അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഇതുകൊണ്ട് കിട്ടുവോ? കിട്ടൂല. കാരണം എ പി ഉസ്താദ് ഞങ്ങളൊക്കെ പറയുന്നത് സനദ് ഇല്ലെങ്കിലും സ്വീകരിക്കാമെന്നാ. പിന്നെ സനദ് ഉണ്ടെങ്കിൽ ഓക്കെ, സനദ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റല്ല. ആ തെറ്റല്ലാത്ത ഒരു കാര്യമാണ് എ പി ഉസ്താദ് ജായിസായ ഒരു കാര്യം. സനദ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റല്ല. ആ എ പി ഉസ്താദ് ചെയ്തു എന്നേ ഉള്ളൂ. എ പി ഉസ്താദിന്റെ കയ്യിൽ സനദ് ഉള്ളത് കൊണ്ട് തെറ്റല്ലാത്ത ഒരു കാര്യം. ഒരാൾ സനദ് ഉണ്ട് വെച്ച്, ആ മോനെ സനദൊക്കെ ഉണ്ട്, ഇതാ സനദ്. അപ്പൊ ഇതുണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റൂല എന്ന് എ പി ഉസ്താദ് പറയണ്ടോ? ഒരിക്കലും ഇല്ല. അത് എ പി ഉസ്താദ് പറയണില്ല. മറിച്ച് എ പി ഉസ്താദ് പറയണേ ഇതാ സനദ് ഉണ്ടോ 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 എന്നിങ്ങനെ കവലകൾ തോറും പ്രസംഗിച്ച് നടക്കുന്ന ആളുകളും ഫോൺ വിളിക്കുന്ന ആളുകളും ഉണ്ട്. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ സനദ്. ഞങ്ങളുടെ കയ്യിൽ സനദ് ഉണ്ട്, ആ സനദ് പറഞ്ഞു കൊടുത്തു, അത് തെറ്റല്ല. പക്ഷെ ആ സനദ് ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന വാദം എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് എ പി ഉസ്താദിന്റെ വാദവും അല്ല, അത് സുന്നികളുടെ വാദവും അല്ല. അതാ ഞങ്ങൾ ഈ പറയണത്. പിന്നെ എ പി ഉസ്താദ് പറഞ്ഞു ഞാനെന്തിനു തള്ളണം? എ പി ഉസ്താദ് എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഞാനത് തള്ളിക്കളയേണ്ടത്. എ പി ഉസ്താദ് എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് എന്തോ പിന്നെ ധാരണ പിശകിന്റെ മേലിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾ. ഞാൻ മൈക്കൂട്ട്. ഒരിക്കലുമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താ? അത് ബർക്കത്തെടുക്കുവാൻ വേണ്ടി അതായത് മർക്കസിലെ മുടി ബർക്കത്തെടുക്കുവാൻ വേണ്ടി, മർക്കസിലുള്ള മുടി, കാരണം നമ്മളെ ചർച്ച അതാണല്ലോ, ബർക്കത്തെടുക്കുവാൻ വേണ്ടി പിന്നെ സനദിന്റെ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ മുടിയുമായിട്ട് വന്നപ്പോ നസബ വായിക്കുന്ന ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉസ്താദ് പറയുകയുണ്ടായി, എല്ലാ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായ സനദ് കൊണ്ടാണ്, അതുകൊണ്ട് ഫോൺ വിളിച്ചവർക്കായി നമ്മൾ ഇവിടെ മുത്തസിലായ സനദ്, അതുകൂടി കാരണം മുത്തസിലായ സനദ് വായിച്ചു കേട്ടു. ഓക്കെ, പിന്നെ മുത്തസിലായ സനദ് വായിച്ചു കേട്ടു. അതുപോലെ പേരോടും പറയുന്നുണ്ട് എന്റെ കയ്യിൽ മുത്തസിലായ സനദ് വായിച്ചു കേട്ടു. അതുപോലെ പേരോടും പറയുന്നുണ്ട് എന്റെ കയ്യിൽ. സത്യത്തില് സാജി ഒന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇവരീ പറയുന്ന നസബ വായിച്ച് സനദ് പറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്ത് എ പി ഉസ്താദ് അതല്ല പറയണത്. അത് മനസ്സിലാക്കിയോ സാജി? നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധാരണത്തിലാ. അത് കോഴിക്കോട്ട് വെച്ചാ പറഞ്ഞ അവിടെ എ പി ഉസ്താദല്ല, പേരോട് ഉസ്താദാ. ആ വിഷയത്തിൽ സംസാരിക്കുന്നത് പേരോട് ഉസ്താദാണ്. അദ്ദേഹത്തിന് ഡോട്ട് ഒഴിവാക്കി കൊടുക്കേ. ഇതാ സനദിന്റെ വിഷയം, ആ നസബ വായിച്ചു എന്നുള്ള പ്രശ്നം സനദാന്ന് നിങ്ങൾ പറഞ്ഞു. ആ ഒരു വാദം വരുന്നത് പേരോട് ഉസ്താദിന്റെ വിഷയത്തിൽ, എ പി ഉസ്താദിന്റെ വിഷയത്തിലല്ല. മറിച്ച് എ പി ഉസ്താദ് സനദ് വായിക്കുന്നത് കോട്ടക്കെന്നാ. അവിടെ നസബ വായിച്ചു നിങ്ങൾക്ക് തന്നെയും വാദമില്ല. ആ വായിച്ച സനദ് ഖാദിരിയ തരീഖത്തിന്റെ പിന്നെ സിൽസിലയാണെന്ന് ഞങ്ങൾക്ക് വാദമുള്ളൂ. അത് സനദല്ല, ഖാദിരിയ തരീഖത്തിന്റെ സിൽസിലയാണെന്ന് ഞങ്ങൾ വാദിക്കുന്നത്. മനസ്സിലായില്ല? അവിടെ നസബ അല്ല, അവിടെയാണ് എ പി ഉസ്താദ് സനദ് വായിക്കണമെന്ന്. അത് കോട്ടക്കന്റെ പണ്ഡിത സമ്മേളനത്തിൽ. മനസ്സിലാക്കിക്കോ. അപ്പൊ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണയിലാണുള്ളത്. നിങ്ങൾ ആ വിഷയം ആർക്ക് എന്തൊക്കെയോ പറയുന്നത് കേൾക്കുകയാണ്. അത് കോഴിക്കോടും അല്ല, അത് കോട്ടക്കലാണ്. അത് കോട്ടക്കലിൽ പണ്ഡിത സമ്മേളനത്തിലാണ് എ പി ഉസ്താദ് പറയുന്നത്. അവിടെ എ പി ഉസ്താദ് നസബ അല്ല വായിച്ചത്, നസബയാണെന്ന് നിങ്ങൾ പറയുന്ന വിഷയമേ അല്ല. കോഴിക്കോട്ട് വെച്ചാണ് പേരോട് ഉസ്താദ് നിങ്ങളുടെ ഭാഷയിൽ നസബ വായിച്ച് സനദ് എന്ന് പറഞ്ഞു എന്നാ. അത് കോഴിക്കോട്ട് പേരോട് ഉസ്താദാ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾ ഈ വിഷയം രണ്ടും തെറ്റിദ്ധാരണയല്ല. പിന്നെ നാദാപുരത്ത് എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പറയാം. നാദാപുരത്ത് പേരോട് ഉസ്താദല്ലേ, എ പി ഉസ്താദല്ലല്ലോ. നാദാപുരത്തല്ല, കുറ്റ്യാടിയില്ല. നാദാപുരത്തല്ല, അത് നാദാപുരത്തല്ല, കുറ്റ്യാടിയില്ല. ആ കുറ്റ്യാടി എ പി ഉസ്താദല്ല, പേരോട് ഉസ്താദാ. നിങ്ങൾ എ പി ഉസ്താദിന്റെ വിഷയമല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾ എ പി ഉസ്താദിന്റെ വിഷയമല്ലേ ഞാനായിട്ട് പറയുന്നത്? എ പി കല്ലിയെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, പേരോട് ഉസ്താദിന്റെ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് എ പി ഉസ്താദിന്റെ ക്ലിപ്പ് കൊണ്ടുവരണം. എ പി ഉസ്താദിനെ ഞാൻ എവിടെയാണ് തല്ലുന്നത് അങ്ങനെ കാണിക്കണം. നിങ്ങൾ ആകെയുള്ള ഇൽത്തിബാസിലാണ്. ഇതെന്താ സംഭവിച്ചത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. രണ്ടുപേരെയും തള്ളി. ഇപ്പൊ മൂപ്പര് രണ്ടുപേരെയും തള്ളിനായി. ആയിക്കോട്ടെ, എന്നാ ഒന്ന് തീരുമാനാവുക, എ പി ഉസ്താദിന്റെ തീരുമാനാവട്ടെ. അതിനുശേഷം പേരോട് ഉസ്താദിന്റെ ചർച്ച ചെയ്യാം. മനസ്സിലായില്ലേ? ആദ്യം എ പി ഉസ്താദിന്റെ തീരുമാനാവട്ടെ. രണ്ടുപേരെയും തള്ളിയെന്ന് നിങ്ങളെ വാദം ഒന്ന് തീരുമാനാവട്ടെ. അതിനുശേഷം രണ്ടാമത്തെ പറയാം. ഓക്കെ, എ പി ഉസ്താദ് എവിടെയാ പറയണത്? ആ ക്ലിപ്പ് കൊണ്ടുവന്നോളൂ. ക്ലിപ്പ് ഇപ്പൊ എന്നോട് കൊണ്ടുവരാനാവില്ല. കാരണം ഞാനതെന്താ അറിയോ, ഞാൻ എടുത്തു നോക്കിയിട്ട് മൊത്തം ബ്ലോക്ക് ആവുക, സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് നിങ്ങൾ കേട്ട സംഗതി തന്നെ. കാരണം അല്ല, ചിരിക്കാനും കാര്യങ്ങളൊന്നുമില്ല. കാരണം
കേട്ട സംഗതി തന്നെ. കാരണം അല്ല, ചിരിക്കാനൊന്നുമില്ല, ചിരിക്കാനും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇല്ല 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 ഇല്ല, ചിരിക്കാൻ മാത്രമുള്ള കേസൊന്നുമില്ല. മാഷാ അല്ലാ. ഏതായാലും തത്തുല്യമായ ഒരു അവസ്ഥ നിങ്ങൾക്കും അള്ളാഹു താല നൽകി എന്നുള്ളത്, അതാ എനിക്ക് സമാധാനം. ഇപ്പോ നേരത്തെ എനിക്കുണ്ടായ ആ ഒരു അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കും റബ്ബ് തആല നൽകി. അതുകൊണ്ട് നമ്മളിപ്പോ ഈക്വലായ അവസ്ഥ ക്ലിപ്പിന്റെ വിഷയത്തിൽ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഇൻഷാ അല്ലാ നിങ്ങൾ കൊണ്ടുവന്നിട്ട് വെച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ അവിടെയും ആ മാന്യത കീപ്പ് ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് അത് കൊണ്ടുവന്നിട്ട് വെക്കാനുള്ള ഒരു അവസരം നാളെ നിങ്ങൾക്ക് അതിനും ഞാൻ നൽകാം. ഇന്ന് നിങ്ങൾ പിന്നെ ഇതാകുന്നുണ്ടല്ലോ. ഓക്കെ, ശരി. എന്നിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മൾ ഓക്കെയാണ്. ഇനി ഇൻഷാ അല്ലാ ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. 2 മണി കഴിഞ്ഞു, UAE 2:06 അതുകൊണ്ട് ഇൻഷാ അല്ലാ നാളെ സാജി ആ ക്ലിപ്പും മറ്റേ ക്ലിപ്പും 2 ക്ലിപ്പുമായിട്ട് നാളെ വന്നോളൂ. ഞാൻ ഉറപ്പ് പറയല്ലോ കേട്ടോ. ഒരു സാജി ഉറപ്പല്ല പറഞ്ഞ്, ഇതെന്നും എന്റെ കയ്യിലില്ലാത്ത ക്ലിപ്പുകളാണ്. ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സംസാരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മുടെ പ്രവർത്തകന്മാർ എടുത്തു വെക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ കയ്യിലില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ നാളെ വന്നിട്ട് നാളെയും കിട്ടിയില്ലെങ്കിൽ പയ്യോട് ഇന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ മേത്തേക്ക് വരരുത്. മനസ്സിലായില്ലേ? ക്ലിപ്പ്, നിങ്ങളുടെ ക്ലിപ്പ് നാളെ ഇനി ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് നിങ്ങളെ ക്ലിപ്പ് ഇടാം. അതിന് സമ്മതം തരും, കുഴപ്പമില്ല. നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലിപ്പിന് നാളെയും കിട്ടിയില്ല നിൽക്കുക, എന്നാലും നിങ്ങളുടെ ക്ലിപ്പ് നാളെ നിങ്ങൾക്ക് ഇടാനുള്ള അവസരവും തരും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്ന് എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. 2 മണി കഴിഞ്ഞു, 2:07 ആയി UAE. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മൈക്കിലേക്ക് വന്നോളൂ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, ഇത് അങ്ങനെ ചിരിക്കല്ല, വേണമെങ്കിൽ നമുക്കിപ്പം തന്നെ ഇതും ഇടാവുന്നതാണ്. കാരണം ഞാൻ മൊബൈലിൽ എടുത്തിട്ട് ഇടാൻ സാധിക്കും. അപ്പൊ അങ്ങനൊന്നുമില്ല. ഓക്കെ, ഏതായിരുന്നാലും സമയം പറഞ്ഞതുപോലെ തന്നെ 2:08 കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും എന്നാലും ഇൻഷാ അല്ലാഹ് ഞാനും പോകുന്ന ദുആവസിയത്തോടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ എനിക്ക് ഇടാം എന്നൊരു സമ്മതവും കൂടി പയ്യോളി ഉസ്താദ് തന്നിട്ടുണ്ട്. മറ്റേ ഹംസ സാഹിബിന്റെ ആ ക്ലിപ്പാണ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, എന്റെ കയ്യിലുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയാകുമ്പം ഞാൻ നിങ്ങളത് ഇടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇടാൻ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം ജനങ്ങൾ അറിയണമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.